മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള ടൗൺഷിപ്പിനായി സർക്കാരിന് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. എൽസ്റ്റൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും തുക കുറവാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വയനാടിന്റെ മനസ്സറിഞ്ഞ വിധിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. പുനരധിവാസത്തിന് കാലതാമസം വരാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്ന് ടി സിദ്ദിഖ് MLA ആരോപിച്ചു. ഒരു സമയം പോലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് കോടതി വിധി ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ കോടതി വിധി മനുഷ്യൻ്റെ ഹൃദയമറിയുന്നതും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിൻ്റെ വികാരം കോടതി പൂർണ്ണമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെയും പ്രധാനപ്പെട്ട തെളിവാണ്. നിങ്ങൾ നോക്കേണ്ട സമയം ജൂലൈ 30 ഈ ദുരന്തം ഉണ്ടായി. ഒക്ടോബർ 4 2 മാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒക്ടോബർ 4 നെടുമ്പാലയിലും എൽസ്റ്റോണിലുമുള്ള 2 ഭൂമികൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ആ GU ആണ് ഇന്ന് കോടതി അംഗീകരിച്ചത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ തുടർന്ന് പുനരധിവാസം അനന്തമായി നീണ്ടുപോയ സാഹചര്യത്തിൽ പുനരധിവാസ പ്രവർത്തനത്തെ കേസിൻ്റെ നൂലാമാലയിലേക്ക് നയിച്ചതും വ്യവഹാരത്തിന് നേതൃത്വം കൊടുത്തതും പുനരധിവാസത്തിന് ആദ്യം വേണ്ട ഭൂമി ലഭ്യമാകുന്നതിൽ ഇത്രയും കാലതാമസം വരാൻ ഇടവന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. വിവരങ്ങളുമായി ശ്യാംകുമാർ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്യാം, ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം ഒപ്പം സർക്കാരിനും ആശ്വാസകരമായ ഒരു വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. ഈ നിയമ നടപടികൾ അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലേക്ക് പോയപ്പോൾ ദുരന്തബാധിതർ ഏറെ ആശങ്കപ്പെട്ടിരുന്നു. കാരണം എപ്പോഴാണ് ഇനി ഈ തർക്കങ്ങൾ നീങ്ങുക, അതിനപ്പുറത്തേക്ക് ഈ ഭൂമി ഏറ്റെടുക്കൽ സാധ്യമാകുക എന്നൊരു സംശയം ഉയരുന്നുണ്ടായിരുന്നു. ഇനി വേഗത്തിൽ നടപടികൾ സാധ്യമാകില്ലേ? ഗോകുൽ, തീർച്ചയായും സർക്കാരിന് ഏറെ ആശ്വാസവും ദുരന്തബാധിതർക്ക് വലിയ പ്രതീക്ഷയും നൽകുന്ന ഒരു വിധിയാണ് ഇന്ന് കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിലേറ്റവും പ്രധാനം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നാളെ തന്നെ ആരംഭിക്കാം എന്നുള്ളതാണ്. 2 എസ്റ്റേറ്റുകൾക്കും നഷ്ടപരിഹാരം നൽകുമ്പോൾ അവർ സർക്കാരിന് ബോണ്ട് നൽകണം എന്നുള്ള ഒരു വിധി കൂടി ആ വിധി പരാമർശത്തിലുണ്ട്. വയനാട് ടൗൺഷിപ്പിനായി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാം എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതുതന്നെയാണ് ഇന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ ആശ്വാസമാണ് പങ്കുവച്ചത്. 143.41 ഹെക്ടർ ഭൂമിയാണ് സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വരിക. അതിൽ ഹാരിസൺ മലയാളത്തിൻ്റെ കയ്യിൽ നിന്ന് 78 ഹെക്ടർ ഭൂമിയും 65 ഹെക്ടർ ഭൂമിയും എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്ന് 78 ഹെക്ടർ ഭൂമിയുമാണ് ഏറ്റെടുക്കുക. ഏതായാലും എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക്, ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പ് നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേറുന്ന ഒരു വിധി കൂടിയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നാളെ തന്നെ പ്രവൃത്തികൾ ആരംഭിക്കാമെന്നുള്ള കോടതിയുടെ വിധി അത് സർക്കാരിന് വളരെ അനുകൂലമാണ്. ജനുവരി 1 പുതുവർഷ ദിനത്തിൽ സ്പോൺസർമാരുമായി മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടാവും ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ തുടക്കമിടുക. ഗോകുൽ.